പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതൊക്കെ പറയാൻ ഞാൻ മറന്നു പോയോ. കുറെ ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് പനി സൗണ്ട് പോയിട്ടായിരുന്നു. പിന്നെ നമുക്ക് പുറത്ത് വീഡിയോ എടുക്കേണ്ട തിരക്കൊക്കെ ആയിട്ട് ഒരു 2-3 ദിവസം, ഒരു 3-4 ദിവസം നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പൊ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടായിരുന്നു. മരമൊന്ന് പോയി വന്നിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ലോങ് വീഡിയോ എടുക്കുന്നത്. ചോറുണ്ടാക്കണം. പൂട്ടി കുക്കറിൽ അരി ഇട്ടിട്ടുണ്ട്. വരുമ്പോൾ മീൻ മേടിച്ചെങ്കിൽ ഭയങ്കരമായിട്ട് ശ്വാസം ഇടക്കേട് വരുന്നുണ്ട് കേട്ടോ. എല്ലാ ജലദോഷവും തലവേദനയും ബോഡിപ്പെയിനും പറയണ്ട. വലിയ ക്ഷീണം. ഇന്നലെ കിടന്നിട്ട് ഞാൻ നീട്ടിട്ടേ ഇല്ല. അങ്ങനെ ഫുള്ള് കിടത്താറുന്നു. അത്രയും ക്ഷീണമായിരുന്നു. ഒന്ന് പിന്നെ ഇത്തിരി കൂടെ വരും. അപ്പൊ നമ്മൾ മീൻ മേടിച്ചിട്ടായിരുന്നു. ചൂരയും മത്തിയും കൂടെ ഇതാ. അപ്പൊ നമുക്ക് ചൂര വറക്കാം. മത്തി ഇതും നമുക്ക് നാളേക്ക് മാറ്റി വെക്കാം. എല്ലാം കൂടെ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് വയ്യ. പിന്നെ മുരിങ്ങടല നമുക്ക് ഇപ്പുറത്തെ വീട്ടില് താത്ത തന്നിട്ടുണ്ട്. അത് നമുക്ക് മുരിങ്ങയും പരിപ്പും ഒരു കറി വെക്കാം. വെറുതെ നാളികേരം അരയ്ക്കാണ്ട് ഇത്തിരി ഉപ്പേരി ഉണ്ടാക്കാം. അപ്പൊ അതാണ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളായിട്ട് കുഞ്ഞു ബ്ലോഗ് ആക്കാന്ന് വിചാരിച്ചു. പിന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാൻ വേണ്ടി നമ്മൾ 6K ഫാമിലി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് പറ്റിയത്. അതിൽ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോടും ദൈവതമ്പുരാനോടും. അപ്പൊ ഇനി നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ കൂടെ വേണം. നമുക്കിനി ലഞ്ച് പ്രിപ്പറേഷൻ വേഗം ചെയ്യാം. മുരിങ്ങടല ഊരിയെടുക്കാന്നുള്ളത് ഇതിപ്പോ വലിയ ടാസ്കില്ല. ഇത് ഇന്നലെ രാത്രി അത് തന്നത്. ഇന്നലെ ഒന്നും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒട്ടും വയ്യ. അപ്പൊ അത് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പൊ ഇങ്ങനെ തൊടുമ്പോഴേക്കും പോരുന്നുണ്ട്. ഞാനിത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കി ഇരിക്കട്ടെ. പിന്നെ ഇത് പിന്നെ എങ്ങനെ റെഡിയാക്കിയാലും ഞാൻ കഴിച്ചോളും. നമുക്കറിയാലോ മുരിങ്ങടല ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് അവിടെ ഹലോ എത്തിയാ ഇപ്പൊ തരാം. അതിന്റെ തലയൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ റെഡിയാക്കട്ടെ. അപ്പൊ മുരിങ്ങടല ഉണ്ടാക്കി, ഫുഡ് ഉണ്ടാക്കി കഴിച്ച് നേരെ ആയി. ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അയ്യോ ഗംഭീര തിരക്കായിരുന്നു. ഇടയിൽ ആൾക്കാർ കയറുന്നുണ്ട്. അപ്പൊ ഞാനോ കഴിച്ചത് ഞാൻ 190, ഞാൻ 165, 190 കയറുന്നു. പിന്നെ അപ്പൊ ഞാൻ എന്താ കേട്ടോ നിൽക്കണ വെച്ചിട്ട് ഞാനും കയറി. പിന്നെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഞാനും ഇടയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു. കൊണ്ട് കുത്തി വെക്കി. ഇനി അത് എടുക്കല്ലേ പോകണം. ചാർജ് ഇല്ല, ഇത് വെക്കി. അപ്പൊ ഇത് 2 ആൾ ഇവിടെ ഉണ്ട്. ക്ലാസ് ഇല്ല. അപ്പൊ അത് കാരണം അതുകൊണ്ട് പിന്നെ എല്ലാം ഉണ്ടാക്കിയാൽ മതി. ഇതിന്റെ ധൃതിയൊന്നുമില്ല. ഇന്ന് രാവിലെയും ചായയൊക്കെ ഒരു കഥയായിരുന്നു കേട്ടോ. ഞങ്ങൾ ക്രീംബണ്ണ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു ക്ഷീണം എന്നറിയോ. പനിക്കണില്ല. ക്ഷീണമാണത് ക്ഷീണം. ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് കാണിക്കാട്ടോ. ഇനിയിപ്പത് എന്താ ഞാൻ ചെയ്യാനാവുന്നത് അങ്ങനെയായി. എന്നാലും ഉള്ളി വെച്ചാൽ മതിയാവും. അപ്പൊ ഇനി റെഡിയാക്കാം. പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 പനിയായിരുന്നു കേട്ടോ. ഒരുപാട് ദിവസം നീണ്ടു നിന്നൊരു പനിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ ഇങ്ങനെ സ്റ്റക്കായി നിന്നുകൊണ്ടിരുന്നായിരുന്നു. ഷോർട്സ് ഞാൻ പിന്നെ എത്ര വേയെങ്കിലും 2 ഷോർട്സ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പുറത്ത് വീഡിയോ എടുക്കാൻ പോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് ഓക്കെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നട്ടപ്പാതിര വരെ ഇരുന്നായിരുന്നു കേട്ടോ. ഈ ഒരു പനി വന്ന് മാറിയതിൻ്റെ ശേഷം ഭയങ്കര ക്ഷീണമായിരുന്നു. ക്ഷീണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ കിടക്കാൻ തന്നെ തോന്നും. നീക്കാനും ഒരു കാര്യം ചെയ്യാനും വേണ്ടി തോന്നില്ല. പിന്നെ നമുക്ക് ഈ പ്രൊമോഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമുക്ക് അത്രയും എന്താ പറയുക, നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്നിരുന്ന കാര്യമല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളത് വേണ്ടാന്ന് വെക്കുന്നതും ഇല്ലെങ്കിൽ നമ്മൾ ഭഗവാനായിട്ട് നമുക്ക് ഓരോ അവസരം തരുമ്പോൾ നമ്മളത് എന്താ പറയുക ചെയ്യാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ നീറ്റ് പോയിട്ട് ഒരു എനർജിക്ക് അങ്ങോട്ട് ചെയ്ത് വരുന്നതാണ് കേട്ടോ. പിന്നെ പൂജട്ടിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എഡിറ്റ് ചെയ്യാനും എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വരാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് എനിക്കൊരു പകുതിയോളം സമാധാനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് ചോറ് അങ്ങോട്ട് എടുക്കാൻ വറക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പെരുംജീരകം ഇത് ചതച്ച് വെച്ചത്. ഇനി മസാല പുരട്ടാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, സുർക്ക ഇത്രയാണ് നമ്മൾ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് മീനിലേക്ക്. എനിക്ക് ഇങ്ങനെ മീൻ വറുക്കണതാണ് കേട്ടോ ഒന്നുകൂടെ ഇഷ്ടം. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു മസാല മതി നമുക്ക് ചോറുണ്ടാൻ വേണ്ടിയിട്ട്. ഒഴിച്ചുകറിയുടെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഈ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് മാത്രം ഇട്ടിട്ട് ഈ ഒരു മീൻ വറുക്കണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇത്രയും സംഭവങ്ങളാക്കി നല്ലോണം ഒന്ന് ഒരു 10 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ച് മീൻ വറുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ എല്ലാ കാര്യങ്ങളും ആക്കി നമ്മൾ മസാലയൊക്കെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാപ്പ് വന്നു ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വയ്യാണ്ടായതും പിന്നെ അതിനിടയിൽ നമുക്ക് ഒരുപാട് വീഡിയോ പുറത്ത് പോയി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതും. അപ്പോൾ നമുക്ക് പുറത്ത് പോയി എടുക്കുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് പോയിട്ട് വേഗം വരാമെന്നൊക്കെ തോന്നും. പക്ഷെ പോയി നമ്മളൊരു ഉച്ച ആകുമ്പോഴേക്കും എത്തും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അവർക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ വരും. പിന്നെ അതിൻ്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും ടൈം അങ്ങനെ പോണതാണ്. പിന്നെ അപ്പോൾ ഞാൻ ഈ ഒരു ഷോർട്സിൽ മാത്രം ഒതുക്കണതാണ് കേട്ടോ. അല്ലാതെ എനിക്ക് പേഴ്സണലി എനിക്കൊരു വിധം വയ്ക്കുന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഓക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ലോങ് വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നിങ്ങളെല്ലാവരും പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ചേച്ചിമാരും അനിയത്തി കുട്ടികളും എല്ലാവരും ചോദിക്കാറുണ്ട് ലോങ് വീഡിയോ എവിടെ ചേച്ചി, ലോങ് വീഡിയോ എവിടെ സുബി എന്നുള്ളത്. ലോങ് വീഡിയോ ഇന്ന് മുതൽ നമ്മൾ പഴയ പോലെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒന്നില്ലെങ്കിൽ 2 ലോങ് വീഡിയോ അല്ലെങ്കിൽ 3 ലോങ് വീഡിയോ ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ തുടങ്ങി വെച്ചിട്ട് പിന്നെ അത് പകുതിക്ക് വെച്ച് നിർത്തുമ്പോൾ നമ്മുടെ വ്യൂസിനെയും ബാധിക്കില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് പരിപ്പൊക്കെ എടുത്ത് കഴുകി റെഡിയാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി പോലെ മുളക് പൊടിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് പരിപ്പും മുരിങ്ങയിലയും കൂടെ കറി വയ്ക്കാന്ന് വെച്ചിട്ടാണ്. മുരിങ്ങയില അത്ര ഇഷ്ടമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്ക് ഭയങ്കര ഭ്രാന്താണെന്നാണ് എനിക്കിഷ്ടമാണെന്നുള്ളത്. അതിനോടൊക്കെ ഭയങ്കര ഭ്രാന്താണെന്നല്ലേ ഞാൻ അങ്ങനെയും പറയാം. അപ്പം ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഭ്രാന്തല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അത്ര ഇഷ്ടമാണെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോറി, നാവിൽ അങ്ങനെ വരണതാണ്. അപ്പോൾ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചു. ഇപ്പുറത്ത് നമുക്ക് മീൻ വറക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുക. ഇനി ഞാനവിടെ കയറിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി നേരം നിൽക്കുമ്പോഴേക്കും കുഴഞ്ഞിട്ട് നമുക്കവിടെ കിടക്കാൻ വേണ്ടി തോന്നും. ഇപ്പോഴും ഞാൻ ഓക്കെ ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം 1 മാസത്തോളമായി നമ്മുടെ പനിയൊക്കെ വന്ന് പെട്ടിട്ട് പോയിട്ടും. എന്നാൽ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ മീനൊക്കെ മസാല പുരട്ടിയത് നമ്മളിതാ പെറുക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാവട്ടെ. അവിടെ കയറി ഇരുന്നു ഇനി നിൽക്കാൻ വയ്യാത്തതുകൊണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് ഓടിയിട്ടോ. നട്ടപ്പാതിരയ്ക്ക് വയ്യാണ്ടായിട്ട് ഞാൻ അതിനൊന്നും വീഡിയോ എടുക്കാൻ നമുക്ക് അപ്പോൾ നമ്മൾ കണ്ടൻറ്റൊന്നും അല്ലല്ലോ ആലോചിക്കുക, ജീവൻ കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ പേടിച്ചിട്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണത് അത്രയും പേടിയുള്ള കാര്യം. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, വീട്ടിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ക്ഷീണാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് സമാധാനമില്ല. അപ്പോൾ നോക്കുകയാണെങ്കിലും കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കിടക്കാത്ത, നമ്മളൊരുവിധം വെക്കുമെങ്കിൽ കിടക്കില്ലല്ലോ, അതുപോലെ വീഡിയോ ഇടാണ്ടൊന്നും ഇരിക്കില്ലല്ലോ. അപ്പോൾ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതാ ഫ്രിഡ്ജ് ഒന്നിങ്ങടെ അലമ്പായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പണി ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് കിട്ടുമല്ലോ. ഇപ്പോൾ പരിപ്പ് വേവാനും മീൻ വറക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ആ ഫ്രിഡ്ജ് ഒന്നിങ്ങട് റെഡിയാക്കി തുടച്ചെടുത്ത് വെച്ചു. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു മാറ്റ് പോലത്തെ സാധനം വെച്ചോണ്ടേ വല്ലാണ്ട് അലമ്പൊന്നും ആവില്ല. ഈ കുട്ടികളെടുത്തിട്ട് ആ ഇരിക്കുന്ന സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഒരു ഭാഗം മൂത്ത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ മൂക്കട്ടെ. പരിപ്പ് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഷറേക്ക് പെട്ടെന്ന് തുറക്കുമ്പോൾ അല്ലേ പൊട്ടി ഇങ്ങോട്ട് തെറിക്കുമോ എന്നൊക്കെ തോന്നുന്നു, എനിക്ക് പേടി. അപ്പോൾ ഞാൻ ആ വെള്ളം ആക്കി അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ. അതൊന്നൊരു ഓപ്പൺ ആക്കുമ്പോൾ ഒരു ജാമായ പോലെ തോന്നുകയാണെങ്കിൽ എനിക്ക് പേടിയാണ്. ഞാൻ പെട്ടെന്ന് അത് പൈപ്പിൻ്റെ താഴെ അത് പെട്ടെന്ന് തുറക്കരുത്, അതിങ്ങോട്ട് പെട്ടെന്ന് പോരും. അപ്പോൾ നമ്മുടെ മുഖത്തേക്കും കയ്യിലേക്കും ഒക്കെ ആയി പോവും അങ്ങനെ. അപ്പോൾ അതൊക്കെ എൻ്റെ പ്രഷറൊക്കെ കളഞ്ഞ് പരിപ്പൊക്കെ വെന്തപ്പോൾ ഞാൻ എന്താക്കി ചൈലിക്ക് മുരിങ്ങയില ഇട്ട് കൊടുത്തു, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇതൊന്ന് വേവട്ടെ. ഇനി മുരിങ്ങയില വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ എനിക്ക് ഈ ഒരു സംഭവങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചേച്ചിമാരായാലും താത്തമാരായാലും ഒക്കെ എവിടെ കണ്ടാലും ഈ മുരിങ്ങയിലയും പിന്നെ എന്താ പറയുക മാങ്ങയും ഇടിച്ചക്കൊക്കെ തരാറുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു ഇതൊക്കെ നമുക്ക് അത്രയും ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് കിട്ടുമ്പോൾ ഭയങ്കര കാര്യം. അതുകൊണ്ട് ഞാൻ നാളേക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെക്കില്ല, ചീത്തായി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. ചിലപ്പോൾ അപ്പോഴേക്കും അപ്പണ്ണ ഉണ്ടാക്കില്ലെങ്കിൽ ഞാനിങ്ങനെ ഊരി എടുത്തിട്ട് വെക്കും. പിന്നെ ഇതാ കറിയായി. നമ്മളിനി കറിയൊന്ന് വറുത്തിടാം. ചെറുള്ളി പിന്നെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കുറച്ച് ഉപ്പേരിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കറി വറുത്തിട്ടല്ല, സോറി, നമ്മൾ ഉപ്പേരിക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചെറുള്ളിയും പച്ചമുളകും കൂടെ മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഇല ഇട്ട് കൊടുത്തു കേട്ടോ. എന്താ വെച്ചാൽ കറിയിലേക്ക് ഒരുപാട് ഇല ആകുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ ഇത്തിരി എടുത്ത് ഉപ്പേരിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടെ ആക്കി പാകത്തിന് ഉപ്പും ഇട്ട് അത് അടച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പുറത്തിനി നമ്മൾ കറി വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയിൽ വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ചെയ്യേണ്ട. ആ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി കറിയും കൂടെ അങ്ങോട്ട് കുത്തിക്കാച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ മീൻ വറുത്തതും ഉപ്പേരിയായി, മീനും എന്താ പറയുക കറി ആയിട്ടുണ്ട്. ഇത് ഒരൊറ്റ ശ്വാസത്തിൽ നിന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോളും. ഒന്നിങ്ങോട്ട് വയ്യാന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളിങ്ങനെ തളർന്ന് പോണ പോലെ തോന്നും. അത്രയും ക്ഷീണമാണ്. ഇപ്പോഴും ഈ വോയിസ് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. സൗണ്ടിനൊക്കെ വല്ലാണ്ട് ചില ദിവസങ്ങളിൽ കുറവുണ്ടാവും. ചില ദിവസം ഈ വെയിൽ കൊണ്ട് പോക്കും കാര്യങ്ങളും ഓട്ടപ്പാച്ചിലൊക്കെ ആയിട്ടാണ് തോന്നുന്നു. പിന്നെ പല നേരത്തെ കുളിയും ഒക്കെ കൂടെ ആയിട്ടാണ് ഇതൊക്കെ കൂടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത്. ഇനി ഇതൊന്ന് പഴയ സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെയാവുന്നൊന്നും ഒരു ഐഡിയ ഒന്നും ഇല്ല. പിന്നെ ബ്ലഡിൻ്റെ കൗണ്ട് നല്ലോണം കുറവാണ്. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വന്നപ്പോഴേ അങ്ങനെ ഇതാ ഉപ്പേരിയായിട്ട് അതിലേക്ക് ലേശം നാളികേരം കൂടെ ചിരക്കിയിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ പിള്ളേർക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നാളികേരം ചിരക്കിയിടുന്നത്. അപ്പോൾ ഉപ്പേരിയും കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഈ ഒരു ജനലിൻ്റെ ഭാഗത്ത് നമ്മൾ കടുക് പൊട്ടിക്കണതും നമ്മൾ കറി കാച്ചുമ്പോൾ ഒക്കെ ഈ എണ്ണ തെറിച്ചിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഉള്ള പോലെ തോന്നും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു. ഒരു എനർജിക്ക് നമുക്ക് എല്ലാം അങ്ങോട്ട് ചെയ്യാം. നമ്മുടെ വീടില്ലേ മൊത്തത്തിൽ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിലല്ല, പുറത്ത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് പിന്നെ ഞാൻ മുന്നേ എടുത്ത് വെച്ചോർന്ന വീഡിയോ ആണ്. അപ്പോൾ അത് അങ്ങോട്ട് വോയിസ് കൊടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇനി എടുക്കുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം.
പുറത്തൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി മേലെ കുറേ വേണ്ടാത്ത സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ ആകെ വാരി വലിച്ചിട്ടിട്ട് ഞാൻ അതൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വാരി വലിച്ചിട്ടപ്പോഴാണ് പെയിൻറ്റിങ്ങുകാർ വരണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് അവിടെ ഒതുക്കാൻ നിന്നില്ല. എന്താ വെച്ചാൽ അവരൊന്നാമതും രണ്ടാമതും വലിച്ചിടുമല്ലോ, അവർക്ക് അവിടെയൊക്കെ ചെയ്യണമല്ലോ. പിന്നെ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ഹതാഹുതയായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആയി അവിടുത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാനുള്ള പാത്രങ്ങൾ കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കുകയാണ്. വലിയ വലിയ പാത്രങ്ങളൊക്കെ കറിയും കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞു പാത്രത്തിലാക്കണുണ്ട്. എപ്പോഴും പറയണ പോലെ തന്നെ വലിയ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയിട്ട് അത് സ്ഥലത്ത് അങ്ങോട്ട് വെച്ചാൽ കിച്ചൺ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഒതുങ്ങി കിടന്നോളും. പിന്നെ ഫുഡ് നമ്മൾ ഇപ്പുറത്തൊരു ടേബിളിലാണല്ലോ വെക്കുക. അപ്പം പിന്നെ ആ ഒരു ഭാഗമൊക്കെ കിച്ചൺ അങ്ങനെ വലിയ അലമ്പായിട്ട് കുറേ പാത്രം അവിടെ കുറച്ച് അടച്ചേക്കുക, ആ ഒരു പരിപാടി എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എല്ലാം കയ്യോടെ അങ്ങോട്ട് ഒതുക്കി പെറുക്കി വെച്ചാൽ നമുക്കൊരു എനർജി ആവും. ഹായ് വാ കാണുമ്പോൾ ഒരു നേക്ക് തോന്നും. അപ്പോൾ വയ്യാണ്ടായിട്ട് അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ വീഡിയോ കാണാതെ ആകുമ്പോഴും അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് സ്നേഹം തിരിച്ചും നിങ്ങൾ എന്നെ ഓർക്കണുണ്ടല്ലോ. അതുപോലെ തന്നെ ലൈവ് ഇടാണ്ടിരിക്കുമ്പോഴൊക്കെയും ചീത്ത പറയാറുണ്ട്, സുബി ലൈവിൽ വായോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കല്ലേ, മടിച്ചിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണേയും വിളിക്കണേയും മെയിൽ അയക്കണവരൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അയ്യോ, എനിക്ക് ഒരുപാട് സ്നേഹമുള്ള കുറച്ച് ചേച്ചിമാരെയും അതുപോലെ കൂടെപ്പിറപ്പുകളെ പോലെയുള്ള കുറച്ച് പേരെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ഒരുപാട് നന്ദി പറയണു ഭഗവാനോടും നിങ്ങളോടും ഇങ്ങനെ സ്നേഹിക്കണതിന്. എന്താ ഞാൻ തിരിച്ച് നിങ്ങൾക്കൊന്നും തന്നിട്ടൊന്നുമല്ല, വീഡിയോ കണ്ട് നിങ്ങൾ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ലേശം വയ്ക്കെങ്കിൽ ഞാൻ വീഡിയോ ആ ഒരു എനർജിയുടെ പുറത്ത് ഞാൻ വീഡിയോ ഇടും. അത്രയുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട് തന്നെയാണ് രേഷ്മ. അവൾ പറയാറുണ്ട്, ഞങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് ആലോചിച്ചാൽ സുബി ആ ക്ഷീണമൊക്കെ മാറിക്കോളുന്നു. സത്യമാണ്, എൻ്റെ ക്ഷീണമൊക്കെ പമ്പ് കിടക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ വോയിസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ മെയിലിൽ ഒക്കെയും എനിക്ക് എനർജി കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ലാവണ്യ ചേച്ചി, ഒരു ചേച്ചി ഉണ്ട്. അയ്യോ, എനിക്ക് എൻ്റെ ചേച്ചിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. അത്രയും ഒരു 2-3 പ്രാവശ്യം ഞങ്ങൾ മെസ്സേജും കാര്യങ്ങളും അയച്ചിട്ടുള്ളൂ ചേച്ചിക്ക് മെയിൽ അയച്ചിട്ട്. അയ്യോ, സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. കണ്ണ് തട്ടാതിരിക്കട്ടെ. എൻ്റെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എൻ്റെ കൂടെ വേണം. ഞാൻ ഈ വീഡിയോ ഒരു സ്റ്റേജിൽ നിർത്തിയാലോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും സപ്പോർട്ട് നിങ്ങൾ തരുമ്പോൾ എനിക്ക് വേറെ ഒന്നുമില്ല, വേറെ ഒന്നും വേണ്ട. അതിൻ്റെ ഒരു ഉയർച്ച എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭഗവാൻ തരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കും, വേറെ ഒന്നുമല്ല. ആയിരിക്കും എന്നല്ല, ആണ്. അപ്പോൾ ഇതാ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് ഒരു വൃത്തിയാക്കി ഇട്ടു. ഇപ്പോൾ പൂജട്ടി, എനിക്ക് വയ്യാത്ത സമയത്തൊക്കെ പൂജട്ടി വെച്ചായിരുന്നു ഞാൻ തുടക്കുക കേട്ടോ. പിന്നെ തുടച്ചിട്ടില്ല, ഇച്ചിരി കുഴപ്പമുണ്ടായിട്ടില്ല. ആ ഒരു വിളക്ക് വെക്കണ സമയം വരുമ്പോൾ ഇല്ലേ എന്തൊക്കെയോ ഒരു പൊറുതികേട് തോന്നും തുടച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ പിന്നെ പൂജട്ടി തുടയ്ക്കും. കണ്ണൻകുട്ടി നല്ലോണം ഹെൽപ്പ് ചെയ്ത് തരണം. പിന്നെ അവന് എക്സാം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും എക്സാമുള്ള എല്ലാ കുട്ടികൾക്കും വിഷ് ചെയ്യാണ് വെച്ചാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ലാസ്റ്റ് പോയിൻ്റൊന്നുമല്ല. പേടിക്കാണ്ട് എക്സാം എഴുതുക. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളത് മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള വരുന്നതൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാവുന്ന കാര്യങ്ങളുള്ളൂ. ഇതിലും വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നൊക്കെ നിസ്സാരമായിട്ട് കാണുക. പഠിക്കുന്ന സമയത്ത് പഠിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ. പിന്നെന്താ, ഇന്ന് വുമൻസ് ഡേ ആണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഹാപ്പി വുമൻസ് ഡേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. ഇനി മുതൽ അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.